ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നെല്ലാം അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മീഷൻ 1926 ഹിൽട്ടൺ യങ് കമ്മീഷനാണ്. ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയ് റീഡിംഗ് പ്രഭു. റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് 1934. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിൽ പരമാവധി അച്ചടിച്ചിറക്കാൻ കഴിയുന്ന കറൻസി നോട്ടിൻ്റെ മൂല്യം 10,000 രൂപയാണ്. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച തീയതി 1935 ഏപ്രിൽ മാസം 1-ാം തീയതി. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലെ നരിമാൻ പോയിൻ്റാണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു 1937 വരെ. ഇന്ത്യയിലെ ആദ്യ ദേശസാൽകൃത ബാങ്കാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ച തീയതി 1949 ജനുവരി മാസം 1-ാം തീയതി. റിസർവ് ബാങ്കിൻ്റെ ആപ്തവാക്യം ഡെവലപ്പിംഗ് ബാങ്കിങ്, ക്യാഷ് ഈസ് കിങ് ബട്ട് ഡിജിറ്റൽ ഈസ് ഡിവൈൻ എന്നാണ്. RBI ബാങ്കിങ് ഓംബുഡ്സ്മാൻ സംവിധാനം ആരംഭിച്ച വർഷം 1995 മുതലാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗം കടുവ. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണപ്പെടുന്ന വൃക്ഷം എണ്ണപ്പനയാണ്. റിസർവ് ബാങ്കിൻ്റെ ധനകാര്യ വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. 1949 വരെ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് എന്നറിയപ്പെട്ടിരുന്നു. റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം 5 കോടി രൂപ. റിസർവ് ബാങ്കിൻ്റെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരം. റിസർവ് ബാങ്കിന് ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണർമാരും ഉണ്ട്. 1 രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് റിസർവ് ബാങ്കിൻ്റെ ഗവർണറാണ്. 1 രൂപ കറൻസി പുറത്തിറക്കുന്നത് ധനകാര്യ മന്ത്രാലയം. 1 രൂപ കറൻസിയിൽ ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. ബാങ്കിംഗ് രംഗത്ത് നൂതന ആശയങ്ങൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനുമായിട്ട് നിലവിൽ വന്ന സ്ഥാപനമാണ് റിസർവ് ബാങ്ക് ഇന്നോവേഷൻ ഹബ്. 2022 മുതലാണ് വന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ നോക്കാം. നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്ക്, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, പണ സപ്ലൈയുടെ നിയന്ത്രകൻ എന്നെല്ലാം ചോദിച്ചാൽ റിസർവ് ബാങ്കാണ് ഉത്തരം. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ ആർക്കർ സ്മിത്ത് ആണ്. റിസർവ് ബാങ്കിൻ്റെ രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടെയ്ലർ. കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ച ആദ്യ റിസർവ് ബാങ്ക് ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യ ഗവർണർ CD ദേശ്മുഖ് ആണ്. 1943 മുതൽ 49 വരെയാണ് അദ്ദേഹം ഗവർണർ പദവിയിൽ ഇരുന്നത്. ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന വ്യക്തി ബനഗൽ രാമറാവു ആണ്. ഏറ്റവും കുറഞ്ഞ കാലം റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന വ്യക്തി അമിതാവ് ഘോഷ്. റിസർവ് ബാങ്ക് ഗവർണർ ആകുന്ന ആദ്യ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് M. നരസിംഹം. റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. 1982-85 കാലയളവിലാണ് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായിട്ടിരുന്നത്. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായിട്ടുള്ള ആദ്യ വനിത KJ ഉദ്ദേശി. റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അഥവാ CFO സുധാ ബാലകൃഷ്ണൻ. റിസർവ് ബാങ്കിൻ്റെ നിലവിലത്തെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. 25ാമത് ഗവർണറായിട്ടാണ് അദ്ദേഹം ചുമതലയിൽ ഇരിക്കുന്നത്. RBIയുടെ കീഴിലുള്ള പരിശീലന സ്ഥാപനങ്ങളാണ് RBI അക്കാഡമി മുംബൈ, RBI സ്റ്റാഫ് കോളേജ് ചെന്നൈ, കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ബാങ്കിംഗ് പൂനെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്ക് മാനേജ്മെൻറ്റ് പൂനെ. റിസർവ് ബാങ്കിൻ്റെ സാമൂഹിക ബോധവൽക്കരണ പ്രചരണ പരിപാടികളുടെ അംബാസഡറാണ് അമിതാഭ് ബച്ചൻ. കറൻസി ഇടപാടുകളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും തട്ടിപ്പുകൾ തടയാനുമായിട്ട് RBI ആരംഭിച്ച പുതിയ സംവിധാനമാണ്
പോസിറ്റീവ് പേ. കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടി കറൻസി നോട്ടുകൾ തിരിച്ചറിയാനായിട്ട് RBI ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് MANI, മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ. ബാങ്കിംഗ് സൗകര്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയായിട്ട് റിസർവ് ബാങ്ക് പുറത്തിറക്കിയ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് മണികുമാർ ആൻഡ് രാജു. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് നിലവിൽ വന്നത് 1995-ലാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ബാങ്ക് ഇന്ത്യൻ കറൻസി നോട്ടുകൾ അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള അവകാശം നിക്ഷിപ്തമായിരിക്കുന്ന ബാങ്ക് എല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. പണരഹിത ഇടപാടുകളുടെ വളർച്ച അളക്കുന്നതിനായിട്ട് RBI ആരംഭിച്ച സൂചികയാണ് ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ്. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സ് നിലവിൽ വന്നത് 2021 ജനുവരി 1-നാണ്. ഡിജിറ്റൽ പേയ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാന കാലയളവാണ് 2018 മാർച്ചാണ്. റിസർവ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് ആരംഭിച്ച സംരംഭമാണ് ഉത്കർഷ് 2022. ഇന്ത്യയിലെ ഓരോ ബാങ്കുകൾക്കും റിസർവ് ബാങ്കിൻ്റെ ഒരു കറണ്ട് അക്കൗണ്ട് നൽകുന്ന RBIയുടെ കോർ ബാങ്കിംഗ് സംവിധാനമാണ് ഇ-ക്യൂബർ. ഫാൾട്ട് ലൈൻസ് എന്ന പുസ്തകം എഴുതിയത് രഘുറാം രാജൻ. ഐ ഡു വാട്ട് ഐ ഡു എന്ന പുസ്തകം രചിച്ചത് രഘുറാം രാജൻ. ഗോൾഡൻ ഏജ് ഓഫ് ഗ്യാസ് എന്ന പുസ്തകം എഴുതിയ വ്യക്തി ഉർജിത് പട്ടേലാണ്. അടുത്തിടെ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കാൻ റിസർവ് ബാങ്ക് അനുമതി നൽകിയ വിദേശ ബാങ്ക് ബാങ്ക് ഓഫ് ചൈന. യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റൽ അംഗമായ പുതിയ രാജ്യം ഇന്ത്യ. വെൽത്ത് ഹബ്ബ് ആരംഭിച്ച ബാങ്കാണ് RBI. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി റിസർവ് ബാങ്ക് എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സിനെ കുറിച്ചുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.